ഈ ലോകത്ത് രണ്ട് തരം മനുഷ്യരുണ്ട്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത്, അത് നിങ്ങൾ ഒന്നാമത്തെയാണ് രണ്ടാമത്തെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് എത്ര സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കാത്തവർ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് വലിയ വരുമാനം ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും പണത്തിൻ്റെ സുഖമുള്ളൊരു ഫ്ലോ ഉണ്ടാക്കുന്നവർ. അവർക്ക് എപ്പോഴും പണം എപ്പോഴും അവർക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോഴും പണത്തിൻ്റെ ഒഴുക്ക് അവരിലുണ്ടാവും. നിങ്ങൾ ഇതേത് കൂട്ടത്തിൽ പെട്ടതാണെന്ന് തീരുമാനിച്ചോളുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതിനെ ഒന്ന് യെസ് ഐ ആം ഇൻ ഓർ ഔട്ട് എന്ന് പറയാം. ഞാനിതിൽ പെട്ടതല്ല പെട്ടതാണ് എന്ന് തീരുമാനിക്കാം നിങ്ങൾ. യെസ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു, കാരണം ഞാൻ അതിലേക്ക് വരുന്നില്ല. കാരണം നിങ്ങൾ ഒന്നാമത്തെ കൂട്ടരാണ് എങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കൂട്ടരാവാനാണ് ആഗ്രഹം. നിങ്ങൾ രണ്ടാമത്തെ കൂട്ടരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഓൾറെഡി സുഖമുള്ള അവസ്ഥയിലാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ സമയം കളയുന്നതെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. നോക്കൂ, ഇതൊരു ഭാഗ്യം എന്നല്ല കരുതേണ്ടത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മണി ഹോൾഡിംഗ് എനർജി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഈ മണി ഹോൾഡിംഗ് എനർജിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മളെ എത്തിക്കുന്നത്. പണം സമ്പാദിക്കാനുള്ള എനർജി വേറെയാണ്, അത് കയ്യിൽ നിലനിർത്താനുള്ള എനർജി വേറെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ നോക്കുക. ഒരാൾ പണക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, ആ പണം നിർത്താനുള്ള കപ്പാസിറ്റി അയാളിൽ ഉണ്ടോ എന്നതാണ് പ്രാധാന്യം. ഇത് രണ്ടും വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. പണം സമ്പാദിച്ചാൽ മാത്രം പോരാ, നിലനിർത്തല്ലേ. അപ്പം നിങ്ങൾ ഒന്നാമത്തെ ഇപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി, ഓൾമോസ്റ്റ് ആൾക്കാരും ഒന്നാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ്. നിങ്ങൾ പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിലനിർത്താനാണ് പഠിക്കുക. ഇതാണ് നമുക്ക് സൺഡേ എടുക്കുന്ന വെബിനാറ്. ഇത് കൃത്യമായി നിങ്ങൾക്ക് എവിടെയാണ് പറ്റുന്നതെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വെബിനാറിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാം. അപ്പോൾ നോക്കൂ, ഒരു വീടിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിട്ട് കഴിഞ്ഞാൽ മഴവെള്ളം അകത്തേക്ക് വരും എന്നത് കൃത്യമായി, മഴയുണ്ടാകുന്ന സമയത്ത് അകത്തേക്ക് വരുമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതവിടെ നിൽക്കുന്നുവോ അല്ല ഒലിച്ചു പോകുമോ എന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ അകത്തുള്ള എനർജി, അതിൽ ചോർച്ചകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രധാനമായി ലീക്കേജുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങനെ അങ്ങ് പോകും, അല്ലേ, ഒലിച്ച് പോകും. ഞാൻ പറഞ്ഞത് നമ്മുടെ മഴവെള്ളം തുറന്നിട്ട് അകത്ത് വരുന്നുണ്ട്, അതുപോലെ പണം വരും. പക്ഷേ ആ വെള്ളം ഒലിച്ചു പോകും. ഒലിച്ചു പോകേണ്ടതാണ് വീട്ടിനെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞത് അതൊരു ഉദാഹരണമായിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നമ്മുടെ അകത്തേക്ക് ഇന്നറായിട്ടുള്ള എനർജി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കാശ് വരുന്നുണ്ട്, പക്ഷെ അതിൽ ചോർച്ചകളുണ്ട്. പ്രധാനമായിട്ടും 3 ചോർച്ചകളാണ് നമുക്കുണ്ടാവുന്നത്. എഴുതി വെച്ചോളൂ, 3 ചോർച്ചകളിൽ നിങ്ങൾക്കിതിൽ ഏത് ചോർച്ചയാണ് ഉള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാമത്തെ ചോർച്ച അതാണ് ഫിയർ എനർജി എന്ന് പറയുന്ന അവസ്ഥ, ഭയത്തിൻ്റെ എനർജി. പണം കിട്ടുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം ഇത് തീർന്നു പോകുമോ ദൈവമേ, ഈ മാസം ഇത് അടുത്ത മാസം എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അടുത്ത ബില്ല് വരുമ്പോഴേക്ക് എൻ്റെ ഇത് ബാക്കി ഉണ്ടാകുമോ, നഷ്ടപ്പെട്ടു പോകുമോ, സേവ് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ള ഭയത്തിൻ്റെ എനർജി ഉണ്ടോ? ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ സന്തോഷം. ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിൽറ്റ് എനർജി, കുറ്റബോധത്തിൻ്റെ ഊർജം. സ്വന്തം ആവശ്യങ്ങൾക്ക് പണം ചിലവാക്കുമ്പോഴും പണം ചോദിക്കുമ്പോഴും ഉള്ളിൽ തോന്നുന്ന ഒരു തരം കുറ്റബോധം. നമ്മൾ കൊടുക്കുന്നതിന് മാത്രമല്ല, നമുക്ക് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമാണ്, ഭക്ഷണം കഴിക്കുകയാണ്, നമുക്ക് ആവശ്യമാണ്, ഡ്രസ്സ് വാങ്ങിക്കാൻ ആവശ്യം. അപ്പം തോന്നും, അയ്യോ ഇത് വേണ്ട, ചെയ്താൽ എന്താവും, അയ്യോ ഇത് ഇത്രയും കൂടുതലല്ല ചിലവാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വാച്ച് മേടിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു. ഇത് കുറ്റബോധത്തിൻ്റെ എനർജിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്ടേജ് സ്റ്റോറീസ്, ദാരിദ്ര്യ സംസാരം. ദാരിദ്ര്യ സംസാരം. പണം കയ്യിൽ വന്ന ഉടനെ തന്നെ നമ്മൾ പറയുന്നു ഇതുകൊണ്ടൊന്നും തികയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അയ്യോ അതത്രയും വാങ്ങിക്കേണ്ട, അത് കയ്യിൽ തീർന്നു പോകും, ഇതിനാവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളിൽ 10,000 രൂപയുണ്ടെങ്കിൽ പോയിട്ട് 9,800 സാധനം അന്നേരം വാങ്ങിക്കണമെന്നല്ല. നിങ്ങൾ 10,000 രൂപയുണ്ടെങ്കിൽ അത് കൃത്യമായി അലോക്കേറ്റ് ചെയ്തിട്ട്
ഇന്നിപ്പോൾ എനിക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, ഓക്കെ, എനിക്ക് 500 രൂപ ചിലവാക്കാം, എനിക്ക് പറ്റും. അപ്പോൾ 500 രൂപ ചിലവാക്കുന്നതിന് പകരം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, യൂ അത് മേടിച്ച വില കൂടിപ്പോവും, പൈസ കൂടിപ്പോവും, നമുക്ക് വേണ്ട, നമുക്ക് 500 ഉള്ളൂ, ഇത്രയും ചിലവാക്കാൻ പറ്റില്ല, 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയും. അതിന് പകരം 500 രൂപയാണ് ഞാൻ ചിലവാക്കാനുള്ളതെങ്കിൽ പോകുക, 500 രൂപ ചിലവാക്കുക, താങ്ക് യു വെരി മച്ച്, 500 രൂപ ഞാൻ ചിലവാക്കി എന്ന് പറയുന്ന ലളിതമായിട്ടുള്ള കാര്യത്തിന് പകരം പണത്തിൻ്റെ മണി എക്സിറ്റ് കമാൻഡുകൾ നമ്മൾ കൊടുക്കും. വേണ്ട, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പണത്തിനെ നമ്മളേക്ക് എത്തിക്കും. ഈ 3 ലീക്കേജുകളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏതാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ ചാറ്റ് ബോക്സിൽ 1 ആണോ 2 ആണോ 3 ആണോ എന്ന് സത്യസന്ധമായി ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവിടെ മറ്റൊരു മാറ്റവും ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കുറേ സത്യങ്ങൾ മാത്രമാണ് ഇതിലേതായിരിക്കും നിങ്ങൾക്ക് ഉള്ളത്.